കോഴിക്കോട് തിരുവമ്പാടി മറിപ്പുഴ റൂട്ടിൽ മലവെള്ളപ്പാച്ചിലിൽ താൽക്കാലിക പാലം ഒലിച്ചുപോയി എന്നൊരു വാർത്ത വരുന്നു. മുത്തൻപുഴ മുസ്ലിം പള്ളിക്ക് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ താൽക്കാലിക സംവിധാനമാണ് ശക്തമായ മഴയെ തുടർന്ന് തകർന്നത്. നിലവിൽ ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയില്ല. ശരത്തോട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, എപ്പോഴായിരുന്നു ഈ സംഭവം? ആളുകൾ ബുദ്ധിമുട്ടുകയാണോ? ആ ഭാഗത്തുകൂടി വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക പാലമാണോ തകർന്നു പോയത്? അരുൺകുമാർ, അതായത് നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ പണി നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തൊട്ടിപ്പുറം താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അത്തരത്തിൽ താൽക്കാലിക പാലം വഴിയാണ് നിലവിൽ വാഹനങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ വെള്ളപ്പാച്ചിൽ വന്നതിന് പിന്നാലെ ഈ പാലം പൂർണ്ണമായും ഒലിച്ചു പോവുകയാണ് ഉണ്ടായത്. അതായത് ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടി തന്നെ വനമേഖലയിൽ ശക്തമായ മഴയാണ് ഉണ്ടായത്. അങ്ങനെ മഴ ശക്തമായതിന് പിന്നാലെ മലവെള്ളപ്പാച്ചിലും ശക്തമായി തന്നെ ഒഴുകി വന്നു. അങ്ങനെ മുറിപ്പുഴ ഭാഗത്തേക്ക് മഴവെള്ളം കാര്യമായി ഒലിച്ചു വന്നതിന് പിന്നാലെ ഈ താൽക്കാലിക പാലം പൂർണ്ണമായും ഒലിച്ചു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ വഴി ഇപ്പോൾ നിലവിൽ ഗതാഗതം, അതായത് വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കില്ല. നിലവിൽ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത്. അതേസമയത്ത് നേരത്തെ തന്നെ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതാണ് എന്നുള്ള പരാതി നിലവിൽ നാട്ടുകാർ ഉന്നയിക്കുന്നു. അതായത് ULCC ആണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ കാലബന്ധിതമായി നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയില്ല. മഴക്കാലം കണക്കാക്കി നിർമ്മാണ പ്രവർത്തനം നേരത്തെ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നം ഉണ്ടാകില്ല എന്നടക്കമുള്ള ആരോപണവും പരാതിയും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ വനമേഖലയിൽ മഴ കാര്യമായി തന്നെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്ന പ്രശ്നം ഈ മേഖലയുണ്ട്. പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ കടന്നു പോകുന്ന റൂട്ടാണ്. പക്ഷേ നിലവിൽ പാലം പൂർണ്ണമായും ഒലിച്ചുപോയ സാഹചര്യത്തിൽ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഭാഗികമായിട്ടുള്ള സൗകര്യം മാത്രമാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കണമെന്നുള്ള ആവശ്യം കൂടി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ശരത്താണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.